നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഇറങ്ങി പോവാന്നാണോ? എന്റെ ജീവിതത്തിലേക്ക് ഇനി മറ്റൊരു പെണ്ണ് വരില്ല. അതിനുവേണ്ടി ആരെങ്കിലും ശ്രമിച്ചാലും എന്റെ മനസ്സ് അതിനൊന്നും സമ്മതിക്കില്ല. പിന്നെ ഇവിടെ ആർക്കും നിന്നെ ഇഷ്ടമില്ല എന്ന് മാത്രം പറയരുത്. നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് എന്റെ ഇഷ്ടപ്രകാരം മാത്രമായിരുന്നില്ല. അച്ഛൻ പറഞ്ഞു, ഏട്ടന്മാര് പറഞ്ഞു, അമൃതി അടുത്തേയും പറഞ്ഞു. അവരൊക്കെ നിനക്കൊപ്പമില്ലേ ശ്യാമേ? ഇറങ്ങി പുറപ്പെട്ട് നിന്നെ തിരിച്ചു വിളിച്ചത് അച്ഛനല്ലേ? അമ്മ മനസ്സുകൊണ്ട് നിന്നെ അടുത്തറിയാൻ കുറച്ച് സമയമെടുത്തെന്നിരിക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കാലങ്ങളും കടന്നു പോകും ശ്യാമേ. ഈ വീടിന് നീ വിളക്കാവുന്ന ഒരു കാലം വരും. അത് വിശ്വസിക്കുക. നീ ശ്രീകൃഷ്ണനെ വിശ്വസിക്കുന്ന പോലെ. ഞാൻ എന്താ ഈ കാണുന്നത്? ഇങ്ങോട്ട് ഇറങ്ങിക്കേ. വിളക്ക് വയ്ക്കാനുള്ള അവകാശം വസുന്ധരയ്ക്ക് പോലും ഞാൻ കൊടുത്തിട്ടില്ല. ആരോടും ചോദിക്കാതെ എന്ത് ധൈര്യത്തിലാ നീ ഈ വിളക്ക് കൊളുത്തിയത്? ഒന്ന് പ്രാർത്ഥിക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. എന്റെ വീട്ടിൽ ഞാൻ മാത്രല്ല, എല്ലാരും വിളക്ക് തെളിക്കാറുണ്ട്. ഭഗവാൻ എല്ലാരും ഒരുപോലെയല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിൽ ചെല്ലുന്നവർക്കൊക്കെ ശ്രീകോവിലിൽ കയറി വിളക്ക് കൊളുത്താലോ. ദീപാരാധന ആർക്കും ചെയ്യാലോ. ഇത് ശ്രീകോവിലൊന്നും അല്ലല്ലോ, വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന പൂജാമുറിയല്ലേ. വിശ്വാസമുള്ള ആർക്കും വിളക്ക് കൊളുത്താം, പ്രാർത്ഥിക്കാം. മനസ്സ് ശുദ്ധമായിരുന്നാ മാത്രം മതി. ഇത്തരം ന്യായങ്ങളൊന്നും എന്റെ അടുത്ത് പറയണ്ട. ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നിടത്ത് മറ്റൊരാള് വിളക്ക് കൊളുത്തുന്നത് എനിക്കിഷ്ടമല്ല. എന്താ ഇവിടെ പ്രശ്നം? ഇവര് രണ്ടും കൂടിയേ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നു. എന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. രണ്ടുപേരും ഒന്നും പറയണ്ട. ശ്യാമ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പറഞ്ഞത് ഞാനാ. എന്താ കാര്യമെന്ന് പറ. പൂജാമുറിയില് വിളക്ക് വെച്ചു, അത്രേ ഉണ്ടായുള്ളൂ. അത് മതിയല്ലോ. നിലവിൽ ഇവിടെയുള്ള വിഗ്രഹങ്ങൾ പോരാഞ്ഞിട്ട് പുതിയൊരു കൃഷ്ണനെ കൂടി കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ പുതിയ കൃഷ്ണനും പഴയ കൃഷ്ണനും എന്നൊന്നുമില്ല. തൂണിലും തുരുമ്പിലും സർവ്വചരാചരങ്ങളിലും ഉള്ളത് ഒറ്റ ദൈവം. വിശ്വസിക്കുന്നവർ ആർക്കും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം. അതൊക്കെ സ്വന്തം വീട്ടില്, ഇവിടെ പറ്റില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ദൈവത്തിന് വേർതിരിവുണ്ടോ? അമൃത കൂടുതൽ സംസാരിക്കണ്ട. പൂജാമുറിയിൽ കയറാൻ മാത്രം ഈ കുടുംബമായിട്ട് ഇവൾക്ക് ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആര് വിചാരിച്ചാലും ഇല്ലെങ്കിലും അഖിലിന്റെ ഭാര്യയാണിവൾ എന്ന് എനിക്ക് കൂടി തോന്നണ്ടേ? വെറുതെ സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കണ്ട. ഞാനായിട്ട് ഒരു കാര്യം വഷളാക്കുന്നില്ല. പൂജാമുറിയിൽ കയറാതിരുന്നാ പോരെ. എന്റെ കണ്ണനെയും കൊണ്ട് ഞാൻ ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോളാം. പ്രാർത്ഥിക്കാൻ പൂജാമുറി തന്നെ വേണമെന്നൊന്നുമില്ല. മനസ്സ് ശ്രീകോവിലാക്കിയാ മതി. എന്തൊരു കഷ്ടമായത്. ശ്യാമയെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ഇവിടെ ജീവിക്കണമെന്നോ എനിക്കറിയില്ല. എന്റെ കൂടെ ഉണ്ടാവണം. എന്റെ സങ്കടങ്ങളില് കൂട്ടിനുണ്ടാവണം. ഇനി നിനക്ക് സങ്കടത്തിന്റെ കാര്യം എന്താ? ദേ, ഇത് കണ്ടോ? നക്ഷത്രയ്ക്ക് വേണ്ടി വാങ്ങിവെച്ച വില കൂടിയ സാരികളാ. ഇനിയിപ്പോ ഇതെല്ലാം നിനക്കുള്ളതാ. ഞാൻ വില കൂടിയ സാരിയൊന്നും ഉടുത്തിട്ടില്ല. എനിക്കിതൊന്നും വേണ്ട പറ്റി എന്ന് പറഞ്ഞാ പറ്റൂല. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. വസുന്ധരയുടെ കൂടെ കൂടുമ്പോ നിനക്കെതിരായിട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നൂന്ന് വെച്ച് അത് നിന്നെ ഇഷ്ടമില്ലാത്തോണ്ടല്ല. സത്യത്തില് നിന്റെ ഈ പാകതയും പക്വതയും ഭക്തിയും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്ക് എന്റെ മോളെ പോലെ. പിന്നെന്താ, വസുന്ധരയെ വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൂടെ കൂടി നിൽക്കുന്നേ ഉള്ളൂ.
ഇതിപ്പോ നിനക്കായിട്ട് എടുത്തുകൊണ്ട് വന്നതാ ഞാൻ. വീട്ടിൽ നിന്ന് പോരുമ്പോഴേ ഉടുത്തു മാറാൻ കൂടുതലൊന്നും കൊണ്ടുവന്നില്ലല്ലോ നീ. ഇനി മുതല് ഇവിടെ ഏറ്റവും കൊള്ളാവുന്ന വേഷം ധരിച്ചു വേണം നടക്കേണ്ടത്. എന്തിന്? ഉള്ളതൊക്കെ എടുത്ത് നടന്നാ പോരെ. വില കൂടിയ സാരി ഉടുത്തെന്ന് വെച്ച് ആക്ക കുളിച്ച കൊക്കാകൂ. അത് നേരാ. ഇവളിപ്പ ഏത് വേഷം ഇട്ടാലും ഐശ്വര്യ പോലെ വരില്ലല്ലോ. ജന്മനാ കിട്ടിയ സൗന്ദര്യം മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ. സൗന്ദര്യം മാത്രമല്ല, കുടുംബമഹിമയും കൂടി വേണം. അതില്ലാത്തതും ഒരു കുറവാ. കാശിനെ കുറവുള്ളൂ, കുടുംബമഹിമയൊക്കെ ഉണ്ട്. അത് പറച്ചില്ല മാത്രമല്ലേ, 4 ആള് കൂടുന്നിടത്ത് പേരെടുത്ത് പറയാനുള്ള യോഗ്യതയും ഉണ്ടാവണം. ആ അപ്പച്ചി, ഈ സാരിയെല്ലാം എന്റെ ഷെൽഫിൽ കൊണ്ടുവയ്ക്കേ. എന്നിട്ട് ഇവക്ക് ഉടുത്തുമാറാനൊന്നുമില്ലെങ്കിലേ താഴെ ഷെൽഫിലെ കുറച്ച് കോട്ടൺ സാരികൾ ഇരിപ്പുണ്ട്. 1-2 എണ്ണം ഇച്ചിരി ഓൾട്ടർ ചെയ്യേണ്ടി വരും. അത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തേച്ചാ മതി. അങ്ങനെ ഉടുക്കേണ്ട കാര്യമൊന്നും ശ്യാമയ്ക്കില്ല. അഖില് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ ഇവള്. നിനക്കും എനിക്കുള്ള എല്ലാ അധികാരവും അവകാശവും ഇവൾക്കും ഉണ്ട്. ഇതേ നക്ഷത്രയ്ക്ക് വാങ്ങിച്ച സാരികളല്ല, അഖിലിന്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ച സാരികളാ. അത് നിന്റെ അലമാരയിൽ വയ്ക്കാനുള്ളതല്ല ഐശ്വര്യ, ശ്യാമയ്ക്ക് വേണ്ടി മാത്രമുള്ളതാ. നീ ഇത് ഉടുത്തോണ്ട് വാ. ആർക്കാ അതില് ബുദ്ധിമുട്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്കിതൊന്നും വേണ്ട എടുത്തി, ഉള്ളതുകൊണ്ടൊക്കെ ഞാനും കഴിഞ്ഞോളാം. അങ്ങനെ കൂടുതൽ എളിമയൊന്നും ഇവിടെ വേണ്ട. ഞാൻ പറയുന്നത് അനുസരിക്ക്, അല്ലെങ്കിൽ തലേ കയറിയിരുന്ന് ചെവി കടിച്ചു പറിക്കും മറ്റുള്ളവര്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.